കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. നന്ദി വേണ്ട, എനിക്ക് തന്നെ മതി. വെറും വാക്കല്ല, ഒരുപാട് ആലോചിച്ച് അത്രമാത്രം ആഗ്രഹിച്ച് പറഞ്ഞതാ. ഹലോ, ഞാനാ. മനസ്സിലായി. ഈ രാത്രി വിളിക്കണ്ടെന്ന് വിചാരിച്ചാ, പക്ഷെ പറ്റുന്നില്ല. ഉറക്കമായോ? അല്ല, കിടന്നില്ല. ആ, ഞാനും കിടന്നു നോക്കി, പക്ഷെ ഉറക്കം വരുന്നില്ല. എന്താ? അല്ല, ഞാൻ പറഞ്ഞ കാര്യം അമൃതയ്ക്ക് ഇഷ്ടക്കേടായോ? ഇല്ല. എനിക്കൊരു നല്ല മറുപടി പ്രതീക്ഷിക്കാവോ? എനിക്ക് അഭിമന്യുവിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം, അത്യാവശ്യ. ആ, സംസാരിക്കാം. എവിടെ വെച്ചാന്ന് അമൃത പറഞ്ഞാൽ മതി. ഞാൻ വിളിക്കാം. ആ, വയ്ക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൾക്ക് എന്തായിരിക്കും എന്നോട് നേരിട്ട് പറയാനുണ്ടാവുക? കുറെ പ്രാരാബ്ദങ്ങൾ, അല്ലാതെന്താ. അതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞത്. കാൽനട പ്രതിഷേധ യാത്രയ്ക്ക് ഒരു 50 പേര്, രാത്രി പന്തംകൊളുത്തി പ്രകടനത്തിന് 10-20 പേര്, കൂടാതെ പ്രിന്റ് മീഡിയ, TV ന്യൂസ് ചാനൽ സെറ്റപ്പ്, അങ്ങനെ എത്രയെത്ര ആൾക്കാരാണെന്നോ അന്ന് മെനക്കെട്ടത്. മഞ്ചാടി പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞങ്ങൾ മനഃപൂർവ്വം ഇവരെയൊക്കെ മെനക്കെടുത്ത് ചെയ്യണമെന്ന്. ഒക്കെ പ്ലാൻ ചെയ്ത പടി നടന്നിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ വന്നെന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരില്ലായിരുന്നു. പഞ്ചരത്നത്തിലെ സാമ്പാറിൽ വിഷം കലർത്താനുള്ള ശ്രമം പാളിപ്പോയതാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ റെഡിയാക്കി നിർത്തിയ ആൾക്കാർക്കൊക്കെ അതറിയേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം ദേഹത്തൊരു അഴുക്ക് പറ്റിയ അത് തൂത്ത് കളയുന്നതിന് വരെ വല്ല കിട്ടപ്പോരും ഉണ്ടെന്ന് നോക്കുന്ന ടീമുകളാ. അവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. സുധീഷ് മഞ്ചാടി പറഞ്ഞു വരുന്നത് എന്താ? വിസ്തരിക്കാതെ കാര്യം പറയും. അതാ നല്ലത്. ഞാൻ മെനക്കെടുത്ത് നിർത്തിയ ആൾക്കാർക്കുള്ള മെനക്കേട് കൂലിയും എനിക്കുള്ളതും ചേർത്ത് ഒരു 5 ലക്ഷം രൂപ വേണം. നിങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കണ്ട. കളിച്ച കളിയാണോ ഇതൊക്കെ? നല്ല ചെലവുള്ള കാര്യമാ. അവസരം മുതലെടുക്കല്ലേ മഞ്ചാടി. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരന്മാരെയും ദല്ലാളുമാരെയും ഈ കലാവധിയെ ആദ്യമായിട്ടല്ല കാണുന്നേ. അറിയാം. ഒരു കാര്യം ചെയ്, ഞാൻ ഇനി കൂടുതൽ പേശാനൊന്നും നിൽക്കുന്നില്ല. ഒരു 3 ലക്ഷം രൂപ നമുക്കതങ്ങ് ഉറപ്പിക്കാം. അതൊന്നും നടക്കില്ല സുധീഷ് മഞ്ചാടി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവരെ പിരിച്ചുവിടാൻ പറ്റില്ല മഹേന്ദ്ര. എനിക്ക് നാളെ അവരെ കൊണ്ട് കാര്യമുള്ളതാ. മതി മഞ്ചാടി, നിർത്ത്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഇക്കാര്യത്തില് നിങ്ങൾ പറയുന്ന കാശൊന്നും ഞാൻ മുടക്കില്ല. പ്രയോജനമില്ലാത്ത കാര്യത്തിന് കാശ് മുടക്കി ഈ കലാവധിക്ക് ശീലമില്ല. അപ്പോ കാശ് തരില്ല എന്നാണോ മഹേന്ദ്ര നിന്റെ പെങ്ങള് പറഞ്ഞു വരുന്നത്? വല്ല ചായക്കാശ് വല്ലതും മേടിച്ചുതരാം മഞ്ചാടിക്ക്, അല്ലാതെ ഒരു രക്ഷയില്ല. ഉറപ്പാണോ? സുധീഷ് മഞ്ചാടിക്ക് മലയാളം മനസ്സിലാവില്ലേ? എനിക്ക് മലയാളവും തമിഴും ഹിന്ദിയും ഒക്കെ മനസ്സിലാവും. പക്ഷേ എന്നെ ശരിക്കങ്ങ് മനസ്സിലാക്കിയിട്ടില്ല കലാവതി.
നിനക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് കേന്ദ്രത്തിലും പിടിപാടുണ്ടെന്നല്ലേ പറയാൻ വരുന്നത്? അതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ. എന്നെ പോലൊരു പെണ്ണ് വിചാരിച്ച ഒരു മന്ത്രിസഭ തന്നെ താഴെ പോകും. പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മഞ്ചാടിക്ക്. അതുകൊണ്ട് തൽക്കാലം സുധീഷ് മഞ്ചാടി ഇവൻ എന്തേലും തരുന്നത് വാങ്ങിച്ചോണ്ട് പോവാൻ നോക്കും. ആ എല്ലിൻ കഷ്ണം വീട്ടിലെ പട്ടിക്കിട്ടു കൊടുക്കലാവതി. ഞാനിപ്പോ പോവാ. പക്ഷേ അടുത്ത് തന്നെ കാണേണ്ടി വരും നമുക്ക്. പറഞ്ഞാ മതി. മഞ്ചാടി ഇപ്പൊ പോ.